ഇന്നലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് സെക്ഷൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് നോക്കാം. പാടെ ദത്താനാം പദ്യാനാം സ്വസ്വര വാചനം കുരുത. അതായത് നമ്മളിപ്പോൾ ഒരു 7 പോയംസ് പഠിച്ചു, അത് നമ്മൾ വായിക്കുക. അതാണ് ഫസ്റ്റ് എക്സസൈസ്. ഈ 7 പോയം നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്യുക. സെക്കൻഡ് എക്സസൈസ് നോക്കാം. ശ്ലോകാംശേഷു റിക്തസ്ഥാനാനി പൂരയത. നമ്മൾ പഠിച്ച ആ 7 എക്സസൈസിൽ നിന്ന് ഫില്ലപ്പ് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സമുദ്രമാസാദ്യ ഡാഷ്, അത് ഫസ്റ്റ് പോയമിലാണുള്ളത്. സമുദ്രമാസാദ ഭവന്ത്യപേയാഹ ഡാഷ് വജഹ മധുര സൂക്തരസം സൃജന്തി. ഇത് 4ാമത്തെ പോയത്തിലാണ് വരുന്നത്. ശ്രുത്വാ വജഹ മധുര സൂക്തരസം സൃജന്തി, ശ്രുത്വ എന്ന് വരും. തത് ഭാഗ്യതേയം ഡാഷ് പശൂനാം, സെക്കൻഡ് പോയമിലാണുള്ളത്. തത് ഭാഗ്യതേയം പരമം പശൂനാം. വിദ്യാഫലം ഡാഷ് കൃപണസ്യ സൗഖ്യം, തേർഡ് പോയത്തിലുള്ളത്. വിദ്യാഫലം വ്യസനിനഃ കൃപണസ്യ സൗഖ്യം. പൗരുഷം വിഹായ യഹ ഡാഷ് അവലംബതെ, നമ്മുടെ 5th പോയത്തിലുള്ളത്. ലാസ്റ്റ് വൺ ചിന്തനീയാഹി വിപതാം ഡാഷ് പ്രതിക്രിയാഹ, 7ാമത്തെ പോയം. ചിന്തനീയാഹി വിപദാം ആദാവേവ പ്രതിക്രിയാഹ. ഇതാണ് സെക്കൻഡ് എക്സസൈസ്. നമ്മൾ പഠിച്ച പോയം ബൈഹാർട്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ മനസ്സിലാക്കി ഫില്ല് ചെയ്യാൻ. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖത. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന് ആൻസർ നമ്മൾ ഏകപദേന, അതായത് 1 വേർഡ് ആക്കി എഴുതണം. വ്യസനിനഃ കിം നശ്യതി. വ്യസനിനഃ എന്ന് പറഞ്ഞാൽ ഗ്രീഡി പേഴ്സൺ എന്താണ് നശിക്കുന്നത്? ആൻസർ വിദ്യാഫലം. നമ്മുടെ 3rd പോയമിലുള്ള സെക്കൻഡ് ലൈൻ, അതാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത്. കസ്യ യശഃ നശ്യതി, ആരുടെ യശസ്സാണ് നശിക്കുന്നത്? അതായത് ഈ പോയമിൽ തന്നെ ലുബ്ധസ്യ ഗ്രീഡി പേഴ്സന്റെ യശസ്സാണ് നശിക്കുന്നത്. 3ാമത്തെ മധുമക്ഷിക കിം ജനയതി. മധുമക്ഷിക എന്ന് പറഞ്ഞാൽ ഹണിബി. ഹണിബി എന്താണ് ഉത്പാദിപ്പിക്കുന്നത്? ജനയതി എന്ന് പറഞ്ഞാൽ ഉത്പാദിപ്പിക്കുന്നത്. അത് ഈ പോയം 4th പോയമിലുള്ളത്. മധുമക്ഷിക എന്താണ് ഉത്പാദിപ്പിക്കുന്നത്? മാധുര്യം, അതായത് സ്വീറ്റ്. മധുര സൂക്തരസം, അത് തന്നെയാണ് മാധുര്യം എന്ന് പറയുന്നത്, സ്വീറ്റ് ഹണി. അടുത്തത് മധുര സൂക്തരസം കെ സൃജന്തി. ആരാണ് സ്വീറ്റ് വേർഡ്സ് പറയുന്നത്? സന്തഹ, നല്ല ആൾക്കാർ. അടുത്ത എക്സസൈസ് നോക്കാം. അധോലിഖിത തദ്ഭവ ശബ്ദാനാം കൃതേ പാഠാചിത്വ സംസ്കൃത പദാനി ലിഖത. ഇവിടെ താഴെ കുറെ ഹിന്ദി വേർഡ്സ് തന്നിട്ടുണ്ട്, അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ആ ചാപ്റ്ററിലുള്ള പോയത്തിന്റെ സാൻസ്ക്രിറ്റ് വേർഡ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ കഞ്ചൂസ്, അതിന്റെ കൃപണഹ കുരുട്ടുബുദ്ധി എന്ന് പറയുന്നത്. കഞ്ചൂസ് ഹിന്ദിയാണ്, അതിന്റെ സാൻസ്ക്രിറ്റ് കൃപണഹ. അതുപോലെ 2ാമത്തെ കടവ. കടവ എന്ന് പറഞ്ഞാൽ ബിറ്റർ, അപ്പൊ അതിന്റെ സാൻസ്ക്രിറ്റ് എന്താ? കടുകം, ബിറ്റർ. പൂഞ്ച്, അതായത് ഹോൺ. ഹോൺ എന്ന് പറഞ്ഞാൽ ഒരു പശുവിന്റെ കൊമ്പ്. ഉച്ചഹ ലോബി, അതായത് ഗ്രീഡി പേഴ്സൺ, അതിന്റെ ലുബ്ധഹ. മധുമക്കി ഹണീബി, മധുമക്ഷിക. തിൻക എന്ന് പറഞ്ഞാൽ ഗ്രാസ്. തൃണം. അടുത്ത എക്സസൈസ്. അധോലിഖിതേഷു വാക്യേഷു കർത്തൃപദം ക്രിയാപദം ച ചിത്വാ ലിഖത. ക്രിയാപദം എന്ന് പറഞ്ഞ ആക്ടിവിറ്റി. ഒരാള് പഠിക്കുന്നു, അതായത് രാമഹ പടതി. പടതി എന്ന് പറഞ്ഞാൽ ക്രിയാപദം. കർത്തൃപദം എന്തായിരിക്കും? രാമഹ. അതുപോലെ ഇവിടെ തന്നേക്കുന്ന സെന്റൻസിന്റെ കർത്താവും ക്രിയയും എഴുതാം. അപ്പൊ ആദ്യത്തെ സന്തഹ മധുര സൂക്തരസം സൃജന്തി. അപ്പൊ ആക്ടിവിറ്റി എന്താ? സൃജന്തി. ക്രിയാപദം സൃജന്തി. ആരാ ചെയ്യുന്നത്? സന്തഹ, നല്ല ആൾക്കാർ. കർത്താവ് സന്തഹ. 2ാമത്തെ നിർഗുണം പ്രാപ്യ ഭവന്തി ദോഷാഹ. അപ്പൊ ആക്ടിവിറ്റി ഭവന്തിയും കർത്താവ് ദോഷാഹ. ഗുണജ്ഞേഷു ഗുണാഹ ഭവന്തി. ആക്ടിവിറ്റി എന്താ? ഭവന്തി. കർത്തൃപദം ഗുണാഹ. മധുമക്ഷിക മാധുര്യം ജനയേത്. ആക്ടിവിറ്റി വരുന്നത് ജനയേത്, കർത്താവ് വരുന്നത് മധുമക്ഷിക. പിശുനസ്യ മൈത്രി യശഃ നശ്യതി. ക്രിയാപദം നശ്യതിയും കർത്താവ് മൈത്രി, ഫ്രണ്ട്. നദ്യഃ സമുദ്രമാസാദ്യ അപേയാഹ ഭവന്തി. അപ്പോ ആക്ടിവിറ്റി ഇവിടെ ഭവന്തി, ക്രിയാപദം ഭവന്തിയും കർത്താവ് നദ്യഃ. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ രേഖാങ്കിതാനി പദാനി ആദൃത്യ പ്രശ്ന നിർമ്മാണം കുരുത. ഇവിടെ കുറെ സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൽ കുറെ വാക്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ വാക്കിന്റെ ക്വസ്റ്റ്യൻ വേർഡ് ആണ് നമ്മൾ എഴുതേണ്ടത്. പ്രശ്ന നിർമ്മാണം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ്. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ ഗുണാഹ ഗുണജ്ഞേഷു ഗുണാഹ ഭവന്തി. അപ്പൊ ഗുണാഹയുടെ ക്വസ്റ്റ്യൻ വേർഡ് ആണ് ചോദിച്ചത്. ഗുണ എന്ന് പറഞ്ഞ സ്ത്രീലിംഗ ശബ്ദം. അപ്പൊ കാ കെ കാഹ, അതായത് ഗുണ ഗുണേ ഗുണാഹ എന്നാണ്. അപ്പൊ ബഹുവചൻ.
അപ്പൊ ക എന്ന വാക്കിന്റെ ക്വസ്റ്റ്യൻ വേർഡിന്റെ ബഹുവചനാണ് കെ. അതുപോലെ നദ്യഹ സുസ്വാദുതോയാഹ ഭവന്തി. നദ്യഹ എന്ന് പറഞ്ഞാൽ റിവർ, സ്ത്രീലിംഗമാണ്. അപ്പൊ നദി എന്നതിന്റെയാണ് നദ്യഹ. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് സിംഗുലർ ആണ് ഇവിടെ, ക എന്ന് വരും. ലുബ്ധസ്യ യശഃ നശ്യതി. ലുബ്ധസ്യ എന്ന് പറഞ്ഞാൽ ഗ്രീഡി പേഴ്സൺ, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കണേ. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് കസ്യ, ലുബ്ധഹ എന്നതിന്റെ ലുബ്ധസ്യ കസ്യ. മധുമക്ഷിക മാധുര്യമേവ ജനയതി. മധുമക്ഷിക എന്ന് പറഞ്ഞാൽ ഹണിബി, എൻഡിങ് ആ ആയതുകൊണ്ട് സ്ത്രീലിംഗമാണ്. ക്വസ്റ്റ്യൻ വേർഡ് ക എന്ന് വരും, സിംഗുലർ ആണത്. തസ്യ മൂർധിഗ്ന തിഷ്ടന്തി വായസാഹ. മൂർധിഗ്ന അതും ബഹുവചനാണ്, സിംഗുലർ ആണ്, ക എന്ന് വരും. അടുത്ത എക്സസൈസ് ഉദാഹരണ അനുസാരം പദാനി പൃഥക് കുരുത. അതായത് ഇവിടെ വേർഡ് വന്നിട്ടുണ്ട്, ആ വേർഡ് 2 വേർഡ് ചേർന്ന വേർഡാണ്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അത് പോയത്തിലുള്ള ഈ വേർഡ്സ് ആണ് ഇതൊക്കെ. അപ്പൊ എക്സാമ്പിള് സമുദ്രമാസാദ്യ. അപ്പൊ ആ വേർഡ് 2 വേർഡ്സ് കമ്പൈൻ ചെയ്തതാണ്. അപ്പൊ സമുദ്രം പ്ലസ് ആസാദ്യ, സമുദ്രമാസാദ്യ. അതുപോലെ ബാക്കി വേർഡ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ ബാക്കി വേർഡ്സ് നമുക്ക് നോക്കാം. മാധുര്യമേവ, അപ്പോ അത് മാധുര്യം പ്ലസ് ഏവ, മാധുര്യമേവ. അല്പമേവ, അല്പം പ്ലസ് ഏവ. സർവമേവ, സർവം പ്ലസ് ഏവ. ദൈവമേവ, ദൈവം പ്ലസ് ഏവ. ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ ഈ ലാസ്റ്റ് വരുന്ന 2 മഹാത്മാനം മുക്തിഹി, അത് വരുമ്പോ മഹാത്മാനം പ്ലസ് ഉക്തിഹി, മഹാത്മാനം മുക്തിഹി. വിവാദാമാധവേവ, അപ്പൊ അത് 3 വേർഡ്സ് ചേർന്നതാണ്. വിവാദാം പ്ലസ് ആദവ് പ്ലസ് ഏവ, വിവാദമാധമേവ. അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കും. അതായത് 5 വേർഡ്സ് തന്നിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറയും എക്സാമിനൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ലപോലെ പഠിച്ചു വെക്കാം. അപ്പൊ ഈ ചാപ്റ്ററുടെ എക്സസൈസ് ഇവിടെ കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം.